വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ജനശ്രദ്ധയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നല്ലൊരു പദ്ധതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ ഉപരിപഠനത്തിനും വിവാഹത്തിനൊക്കെ നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റിയ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. എന്താണ് ഈ പദ്ധതി? ഈ പദ്ധതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണുക. ഇത്തരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ നമുക്ക് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്. ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതാണ്. മൂന്നാമതൊരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതല്ല. നിയമപരമായ രീതിയിൽ ദത്തെടുത്ത് വളർത്തുന്ന കുട്ടിയുടെ രക്ഷാകർത്താക്കൾക്കും ഈ ഒരു സ്കീമിന്റെ ഭാഗമാകാമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒരു വർഷം നമ്മൾ SSY അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് 250 രൂപയാണ്. എല്ലാ മാസം നമുക്ക് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് 250 രൂപ നിക്ഷേപിച്ചാൽ മതി. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടിയ തുക എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു തുക അടച്ചു പോകണം, അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവുന്നതാണ്. പിന്നീട് 50 രൂപ ഫൈൻ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് വീണ്ടും ആക്റ്റീവ് ആവുന്നതാണ്. ഈ ഒരു സ്കീമിൽ നമ്മൾ 15 കൊല്ലത്തേക്കാണ് നമ്മൾ ഇവിടെ ക്യാഷ് അടയ്ക്കേണ്ടത് അക്കൗണ്ടിലേക്ക്. 21 വർഷം ആകുമ്പോൾ നമുക്ക് ഈ പണം പിൻവലിക്കാവുന്നതാണ്. ഈ സുകന്യ സമൃദ്ധി യോജന, ഈ ഒരു പദ്ധതിയുടെ പലിശ തീരുമാനിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഒരു വർഷം നമ്മളിപ്പോൾ ഒരു 1000 രൂപ അടച്ചാൽ, ഒരു ചെറിയ സംഖ്യ മാത്രമേ ഉള്ളൂ, അത് അടച്ചു കഴിഞ്ഞാൽ 15 വർഷം ആകുമ്പോൾ നമുക്ക് 15000 രൂപ കിട്ടും. അപ്പൊ ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് 29,897 രൂപയാണ് ലഭിക്കുന്നത്. 15000 രൂപ അടച്ചു കഴിഞ്ഞാൽ 21 വർഷം കഴിയുമ്പോഴാണെങ്കിൽ അത് 44,897 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു സ്കീമിൽ നമ്മൾ ചേരാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് എത്തിയിട്ട് നമ്മൾ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ രക്ഷാകർത്താവിന്റെ ID പ്രൂഫ്, ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ പ്രൂഫുകൾ നമ്മൾ ഹാജരാക്കിയാലാണ് ഇവിടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പോസ്റ്റ് ഓഫീസിൽ. കാലാവധി തീരുന്നതിന് മുമ്പ് സുകന്യ സമൃദ്ധി യോജനയിൽ നിന്ന് പണം പിൻവലിക്കാൻ പറ്റും. അതിന് ചെറിയ മാനദണ്ഡങ്ങളുണ്ട്. കുട്ടിയുടെ ഉപരിപഠനത്തിന് വേണ്ടി നമ്മൾ നിക്ഷേപിച്ചതിന്റെ 50% തുക നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയെല്ലാമാണ് പെൺകുട്ടികളുടെ ഉപരിപഠനത്തിനും വിവാഹത്തിനും എല്ലാം വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയായ സുകന്യ സമൃദ്ധി യോജന പദ്ധതിയെ കുറിച്ചുള്ള വിവരങ്ങൾ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത്. അതിനോടൊപ്പം മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ.